9th സ്റ്റാൻഡേർഡിലെ പ്രിസം എന്നുള്ള ചാപ്റ്ററിലെ അടുത്തൊരു പ്രോബ്ലമാണ് പ്രോബ്ലം നമ്പർ 18. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 208 മൂന്നാമത്തെ പ്രോബ്ലമാണ്. പ്രോബ്ലം എങ്ങനെയാണ്? ദ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ബേസ് ഏരിയ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ്? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഏരിയയ്ക്ക് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്താ? കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ് അല്ലേ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇനി ബേസ് ഏരിയ എന്താ വരിക? πr² ആണ് അല്ലെ? ബേസ് ഏരിയ πr² അല്ലേ? ഇത് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം, 2πrh ഈക്വൽ ടു πr². LHSലും RHSലും പൈ കോമൺ ആണ്, അപ്പോൾ പൈ ക്യാൻസൽ ചെയ്യാം. ഇനി 2rh ഈക്വൽ ടു r² അല്ലേ? h ഈക്വൽ ടു എന്ത് വരും? h ഈക്വൽ ടു r²/2r എന്ന് വരും. h ഈക്വൽ ടു r ഇൻറ്റു ആറിൻ്റെ പോലെ ആർ ക്യാൻസൽ ചെയ്യാം, r/2 എന്ന് വരും. h ഈക്വൽ ടു r/2 എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ പകുതിയാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ 2h ഈക്വൽ ടു r എന്നെടുക്കാം. ഇതാണ് ഹൈറ്റും റേഡിയസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഒന്നുകൂടി പറയാം. കർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ്, ബേസ് ഏരിയ πr² ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് 2πrh ഈക്വൽ ടു πr² എന്ന് എഴുതാം. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് h എടുക്കുമ്പോൾ h ഈക്വൽ ടു r/2 എന്ന് കിട്ടും, അല്ലെങ്കിൽ 2h ഈക്വൽ ടു r എന്ന് കിട്ടും. റേഡിയസ് എന്തിന് ഈക്വലാണ്? ഹൈറ്റിൻ്റെ 2 ടൈംസ് ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.